ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാ കുട്ടികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹിന്ദി ചാപ്റ്ററിലെ ഒന്നാമത്തെ ഇക്കായിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇക്കായി ഏക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയാണ്. ഈ രണ്ട് കുട്ടികളുടെ ദോസ്തിയെ സംബന്ധിച്ചിട്ടുള്ള, ദോസ്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ബീർ ബഹൂട്ടി. ഇതൊരു കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ സ്റ്റോറി. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പ്രഭാതിൻ്റെ ബീർ ബഹൂട്ടി. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ചിത്രം ഒന്ന് നോക്കാം. താഴെ രണ്ട് കുട്ടികൾ, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടിയിട്ട് കളിക്കുന്നുണ്ട് അല്ലേ. സ്കൂൾ യൂണിഫോം ഇട്ട രണ്ട് കുട്ടികൾ എന്തൊക്കെയോ അവർ തിരയുന്നുണ്ട്. എന്താണ് അവർ തിരയുന്നത്? ചുവന്നിട്ടുള്ള പ്രാണികൾ. അതിനെ ദ റെഡ് വെൽവെറ്റ് മൈറ്റ് എന്ന് ഹിന്ദിയിൽ ബീർ ബഹൂട്ടി എന്ന് പറയും. ഇന്ദ്രഗോപം എന്നൊക്കെ പറയും. മഴക്കാലത്ത് കണ്ടുവരുന്ന ഒരു കീടം, ഒരു പ്രാണികളാണ്. അപ്പോൾ ഈ രണ്ട് കുട്ടികൾ ആ പ്രാണികളെ പിടിച്ച് കളിക്കുകയാണ്. അവിടെ പ്രകൃതി മനോഹരമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ബാദൽ ബഹുത്ത് ബരസ് ലിയേദേ. മേഘങ്ങൾ തകൃതിയായി പെയ്തുകൊണ്ടേയിരുന്നു. അതായത് നല്ല മഴ പെയ്യാണ്. ഫിർബി ബഹുത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാദ. എന്നിട്ടും ബഹുത് സാരാ പാനി, ഒരുപാട് വെള്ളം അവിടെ ബച്ചാ ഹുവാദ എന്ന് പറഞ്ഞാൽ അവിടെ ശേഷിച്ചു നിന്നു, തങ്ങി നിന്നു. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ചായേ ഹുയേദേ. അവ ഖേത്തോം എന്ന് പറഞ്ഞാൽ വയലുകളിലും ജംഗലോം കെ ഊപ്പർ ചായേ ഹുയേദേ, കാടിനു മീതെയൊക്കെ ആയിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടന്നു. സാര ആകാശ് മേഘോം സേ ബരാദ. ആകാശം മുഴുവനും മേഘങ്ങളാൽ നിറഞ്ഞു. മേഘോം കി ഛായാവോമേ ഗീലി ഹവായേം ഇധർ ഉധർ ഗൂം രഹീദി. ഈ മേഘങ്ങളുടെ നിഴലിലൂടെ ഈർപ്പമുള്ള കാറ്റ്, ഗീലി ഹവായം എന്ന് പറഞ്ഞാൽ ഈർപ്പമുള്ള നല്ല തണുത്ത കാറ്റ്, ഇധർ ഉധർ ഗൂം രഹീദി, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പേടോം കെ തന്നെ അബീബി ഗീലേദി. മരത്തടികളൊക്കെ ഇപ്പോഴും നനഞ്ഞിട്ടാണ്. ഗീലെ എന്ന് പറഞ്ഞാൽ വെറ്റ്. മൂങ് ഫലിയോം കെ ഹരേ ഗേത്തോമേ പീലെ ഫുൽ അബീബി ഗീലേദി. മൂങ് ഫലിയോം എന്ന് പറഞ്ഞാൽ നിലക്കടൽ അവിടെ ഫുൾ നിലക്കടല കൃഷിയാണ്. അപ്പോൾ ആ നിലക്കടലയുടെ മുകളിലെ ഹരേ ഗേത്തോമേ, ആ പച്ചപ്പ് നിറഞ്ഞ വയലുകളിൽ മീതെ പീലെ ഫൂൽ അബീബി ഗീലേദി, മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഇപ്പോഴും നനഞ്ഞ് കാണാം. ഗേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാദ. വയലുകളിലെ ചോട്ടാ ചെറിയ ബാജ്ര ഉഗാദ, ധാന്യങ്ങൾ മുളച്ചിരുന്നു. ബാജ്രയ്ക്ക് ലംബെ പത്തലെ പാത്തോമേ പാനിക്ക് ബൂന്തേ അട്ക്കി ഹുയീദി. ആ മുളച്ച ധാന്യങ്ങളുടെ വലിയ വലിയ ഇലകളിലൂടെ പാനിക്ക് ബൂന്തേ, വെള്ളത്തുള്ളികൾ അട്ക്കി ഹുയീദി, തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ബാരിഷ് കി ഹവാമേ ഗീലെ ഗേത്തോം ഔർ ബാരിഷ് കി ഹരിയാലി കി ഗന്ദ് ഗുലി ഹുയീദി. ആ മഴയിലെ ആ കാറ്റും അതുപോലെ വയലുകളിൽ ഉള്ള ആ മഴയിലുണ്ടായ ആ പച്ചപ്പും, ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പും എന്നിവയുടെയൊക്കെയുള്ള ആ ഗന്ധ് ഗുലി ഹുയീദി, അവിടെ ഇങ്ങനെ ആ പ്രദേശത്ത് ഇങ്ങനെ അലിഞ്ഞു ചേർന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഈ പാഠത്തിലുള്ള ആ പ്രകൃതിയുടെ ഒരു വർണ്ണനയാണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ അവിടെ ഇപ്പോൾ നടക്കുന്ന പ്രസൻറ്റ് സിറ്റുവേഷനാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിലാണ് നമ്മുടെ കഥയിലേക്ക് കടക്കുന്നത്. ഉനേം ബീർ ബഹൂട്ടിയോം സേ മിൽന ഹോത്താദ. ഉനേം എന്ന് പറഞ്ഞാൽ അവർക്ക്. ഇവിടെ ഈ ഉനേം എന്നുള്ള വാക്കുകളില്ലേ, അതൊക്കെ സർവനാമാണ്. നമുക്ക് എക്സാമിന് ഇത് ചോദിക്കാറുണ്ട്. ഉനേമേ നിഹിത് സർവനാം ക്യാ ഹേ എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ വേ പ്ലസ് കോ ഉനേം എന്ന് പറഞ്ഞാൽ അവർക്ക്. അടുത്തത് ഉനേം ബീർ ബഹൂട്ടിയോം സേ മിൽന ഹോത്താദ. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു. സോ വേ സ്കൂൾ കെ ലിയേ ഘർ സേ കുച്ച് സമയ പഹലെ നിക്കലാത്തേ ഥേ. അതുകൊണ്ട് അവർ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് കുറച്ച് സമയം മുന്നേ തന്നെ പുറപ്പെട്ടു. നിക്കലാത്തേത് എന്ന് പറഞ്ഞാൽ പുറപ്പെടുക. കസ്ബെ സെ സട്ടെ ഇൻ ഖേത്തോമേ ബീർ ബഹൂട്ടിയോം ഗോജ കർത്തേത്.
കസ്ബെ സെ സട്ടെ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഇൻ ഗേത്തോമേം ഈ വയലുകളിലെ ബീർ ബഹൂട്ടിയാം ഗോജ കർത്തതയും എന്താണ് ബീർ ബഹൂട്ടികളെ തിരയാൻ വേണ്ടിയിട്ടാണ്. ഇനി ബീർ ബഹൂട്ടികളെ കുറിച്ചിട്ടുള്ള ബീർ ബഹൂട്ടികളുടെ ഫീച്ചേഴ്സാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് ബീർ ബഹൂട്ടികൾ? ബീർ ബഹൂട്ടിക വിശേഷത ക്യാ ഹെ അങ്ങനെയാണ് ചോദ്യം വരിക. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? സുർഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. എന്താണ്? സുർക്ക് എന്ന് പറഞ്ഞാൽ ചുവന്ന, മുലായം എന്ന് പറഞ്ഞാൽ മൃദുവായ, ഗദ്ബദി ബീർ ബഹൂട്ടിയ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബീർ ബഹൂട്ടികൾ, ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേ ഭൂമിയിൽ ചലിക്കുന്ന ചോരത്തുള്ളി, സ്നേഹത്തിൻ്റെ ചോരത്തുള്ളികൾ പോലെയാണ് എന്നാണ് കവിയുടെ വിശേഷിപ്പിക്കുന്നത്. ഉൻകെ ബസ്തെ ഉൻകി പീട്ട് പർ ലദേ ഹോത്തേ ഥേ. ഉൻകെ ബസ്തെ, ബസ്തെ എന്ന് പറഞ്ഞാൽ ബാഗുകൾ, കുട്ടികളുടെ ബാഗുകൾ, ഉൻകി പീട്ട് പർ ലദേ ഹോത്തേ ഥേ അവരുടെ പുറത്ത് തൂങ്ങിക്കിടക്കുന്നുണ്ട്. കന്ദേ പർ ടഗേ ഹോത്തേ ഥേ ചുമലിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. വേ ഏക്ക് ദൂസരേക്ക് ബഹുത് നസ്തീക് രഹ്കർ വളരെ അടുത്താണ്, അതായത് വളരെ അടുത്താണ് അവരിയ്ക്കുന്നത്. ബലി കഹ്ന ചാഹിയെ ബിൽക്കുൽ സട്ട്കർ എങ്ങനെയെന്ന് വെച്ചാൽ വളരെ ഒന്നിച്ചാണ് അവർ ഇരുന്നിട്ട് ബീർ ബഹൂട്ടികളെ തിരയുന്നത്. ഗോജിത്തേത എന്ന് പറഞ്ഞാൽ തിരയുന്നത്. ഉനെ ദേഖ്നെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി സമീൻ പർ ബൈഠാ ജായ കർത്തേ ഥേ. അവർ ബീർ ബഹൂട്ടികളെ കാണുന്നതിന് വേണ്ടിയിട്ട് ആ മഴ നനഞ്ഞിട്ടുള്ള, മഴയുടെ മണമുള്ള ആ ബ്രൗൺ നിലത്തിൽ അവരിങ്ങനെ നിലത്ത് ഇരുന്നു. ഇനി ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇത് കോൺവെർസേഷനാണ്, ഈ രണ്ടു പേരും തമ്മിലുള്ള കോൺവെർസേഷൻ. ബേല ദേഖോ ഇസ് ബീർ ബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹേ. സാഹിലിനെ കഹ, സാഹിൽ പറയാണ്, ബേല ദേഖോ നോക്കൂ, ഇസ് ബീർ ബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസെ ലാൽ ഹേ. ഈ ബീർ ബഹൂട്ടിയുടെ നിറം നിന്റെ റിബൺ പോലെ ചുവന്നിട്ടാണ്. സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല. വീണ്ടും ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കേട്ടോ ബേല? അപ്പോൾ ബേല ആൻസർ പറയാണ്, ഹാ സുന പഹലി ഗണ്ടി ലഗ് ഗയി. കേട്ടു, ഫസ്റ്റ് ബെൽ അടിച്ചു. അപ്പോൾ സാഹിൽ പറയാണ്, ലേക്കിൻ മുജെ പൈൻമേ സ്യാഹി ബി ബർവാനി ഹേ ദുക്കാൻ സെ. എനിക്ക് പേനയിൽ, പൈൻ എന്ന് പറഞ്ഞാൽ പേന, എനിക്ക് പേനയിൽ സ്യാഹി ബി ബർവാനി ഹേ മഷി നിറയ്ക്കേണ്ടതുണ്ട് ദുക്കാൻ സെ കടയിൽ നിന്ന്. അപ്പോൾ ഇതാണ് ഇവർ പറയുന്ന ഈ കോൺവെർസേഷൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ ആ പ്രകൃതിയെക്കുറിച്ചും അത് കഴിഞ്ഞിട്ട് ബീർ ബഹൂട്ടികളെ ഇവർ തിരയുന്നതും ഇവർ തമ്മിലുള്ള കോൺവെർസേഷനുമാണ്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്തത് 1981 का साल, അതായത് 1981 വർഷം. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരാണ്. രാജസ്ഥാനിലെ ജയ്പൂർ കെ നസ്ദീഖ്, ജയ്പൂരിനടുത്തുള്ള സവാരി ഗാഡികളും എന്താണ് യാത്ര വണ്ടികളും അതുപോലെ മാൽ ഗാഡിയാം ഗുഡ്സ് ട്രെയിനുകളും ഒക്കെ എപ്പോഴും നിറഞ്ഞു കിടക്കുന്ന ഫുലേര ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഫുലേര എന്നാണ്. കസ്ബേക്ക് ലഗ്ബഗ് സൂനി തങ്ക് ഗലിയം, അവിടെയായിട്ട് സൂനി തങ്ക് ഗലിയം എന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഇടുങ്ങിയ തെരുവ്. ഗലി എന്ന് പറഞ്ഞാൽ തെരുവ്. ഗലിയോമേ ഖാമോഷ് ഗഡേ ബിജ്ലി കെ ഗംബെ, അവിടെ നിശബ്ദമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ബിജലി കെ ഖംബെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്. ഖംബോം കെ ബീച്ച് ഗിഞ്ചി താരോം കി കത്താരെ, ആ പോസ്റ്റിൻ്റെ താഴെയായിട്ട് കമ്പികൾ, ഇലക്ട്രിക്കിൻ്റെ കമ്പികളിൻ്റെ ഒരു നിര തന്നെ കാണാം. ഇൻ ഖലിയോമേ ജഹാം തഹാം ദിഖായി പടുത്തെ മീട്ടി ഘണ്ടിയം ബജാത്തെ ഫേരി വാലെ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആരാണ് നടക്കുന്നത്? മീഠി ഘണ്ടിയം ബജാത്തെ, എന്താണ് സ്വീറ്റ്സ് വിൽക്കുന്ന, നടന്നു വിൽക്കുന്ന ആൾ. ഫേരിവാല എന്ന് പറഞ്ഞാൽ നടന്നു വിൽക്കുന്ന ആൾ. അവിടെ ഇങ്ങനെയൊക്കെ ആയിട്ട് കാണാം. ഏക് അന്ധേരി സി ഗലി മേ ചഹ് സാത് ഗദേ കി ഖുരോം കി ഠാപ്പോം കി ആവാസ്, അവിടെ ഇങ്ങനെ ആ ഇടുങ്ങിയ ഇരുട്ടുള്ള ആ തെരുവിൽ
6-7 കഴുതകളുടെ കുളമ്പടി സൗണ്ടും അവിടെ കേൾക്കാം. ഉൻകെ പീച്ചെ ചൽത്ത ഏക് ബദൻ ഉഗാടെ കുംഹാർ. അതിൻ്റെ പിന്നാലെയായിട്ട് എന്താണ് വസ്ത്രമിടാത്ത കുപ്പായമിടാത്ത കുംഹാർ നടക്കുന്നുണ്ട്. കുംഹാർ എന്ന് പറഞ്ഞാൽ പോട്ടർ, ഈ എന്താണ് ചട്ടിയും കലൊക്കെ ഉണ്ടാക്കുന്ന ആള്. ഇസി ദൃശ്യക്ക് ബീച്ച് സെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചെ ബേല ഔർ സാഹിൽ. അപ്പോൾ ഇവരുടെയൊക്കെ പിന്നാലെയായിട്ട് 2 കുട്ടികൾ വരുന്നുണ്ട്. സ്കൂളി ബച്ചെ, 2 സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്. അവരുടെ പേരാണ് ബേല ഔർ സാഹിൽ. ഉൻ ദിനോ ഫൈൻ മേ 5 പൈസേ മേ നീലി സ്യാഹി ബരി ജാത്തി ദി. ആ ദിവസങ്ങളിലൊക്കെ പേനയിൽ നീലമഷി നിറയ്ക്കാൻ എന്താണ് 5 പൈസയ്ക്ക് നീലമഷി നിറച്ച് കിട്ടുമായിരുന്നു. സ്റ്റേഷനറി കി ദുഖാൻ വാലെ ഡ്രോപ്പർ സെ പേൻ മേ സ്യാഹി ഭർത്തേത്. സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ വഴി, മറ്റേ ഫില്ലറില്ലേ, അതുവഴിയാണ് പേനയിൽ മഷി നിറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പേജിൽ പഠിച്ചത് അവർ എന്താണ് ബേലയും സാഹിലും കളിക്കുന്നത്, ബീർബഹുട്ടികളെ തിരയുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. പിറ്റത്തെ പേജിൽ എന്താണ്, അവർ നടന്നു പോകുന്ന സ്ഥലം ഫുലേര ജംഗ്ഷനിലൂടെ അവർ സ്കൂളിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ നടന്നു പോകുന്ന ആ സ്ഥലത്തിൻ്റെ വർണ്ണന കഴിഞ്ഞു. ഇനി അവർ എന്താണ് മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക്, ദുക്കാനിലേക്ക് പോവുകയാണ്. ഇനി അവിടെ പോയിട്ടുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. पैर में कुछ स्याही बची थी उसे साहिल ने സെമീൻ पर ചിടക് ദിയ. പേനയിൽ അവശേഷിച്ചിരുന്ന കുറച്ച് മഷിയുണ്ടായിരുന്നു, അത് സാഹിൽ സെമീൻ പർ ചിടക് ദിയ. സെമീൻ എന്ന് പറഞ്ഞാൽ നിലത്ത്, ചിടക് ദിയ എന്ന് പറഞ്ഞാൽ കുടഞ്ഞു കളഞ്ഞു. നയി സ്യാഹി ബർവാനെ കേലിയെ ദോനും ദുക്കാൻ പർ പഹുഞ്ചെ. എന്നിട്ട് പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി 2 പേരും കടയിലേക്ക് എത്തി. എന്നിട്ട് പറയാണ്, ഇനി ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ആരൊക്കെ തമ്മിലാണ്? സാഹില്, ബേല, ദുക്കാൻദാർ. ഏക് പൈൻ സ്യാഹി ബർദോ സാഹിലിനെ സെ പഹലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ. ഒരു പേന നിറയെ മഷി തരൂ. സാഹിലിന് മുന്നേ ബേലയാണ് അത് പറഞ്ഞത്. ആരോട് പറഞ്ഞു? ദുക്കാൻ വാലയോട് പറഞ്ഞു. അപ്പോൾ ദുക്കാൻ വാല പറയാണ്, ബേട്ട സ്യാഹി ബോത്തൽ അബി അബി ഗാലി ഹോ ഗയി ഹേ അബ് തോ കൽ ഹി മിൽ പായേഗി. കുട്ടി, മഷിക്കുപ്പി ഇപ്പോൾ കാലിയായതേ ഉള്ളൂ. ബോത്തൽ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ, എന്താണ് ഇങ്ക് ബോട്ടിൽ ഇപ്പോൾ കാലിയായതേ ഉള്ളൂ, ഇനിയിപ്പോൾ നാളെ കിട്ടുള്ളൂ. കൽഹി മിൽപ്പായേക, നാളെയേ കിട്ടുകയുള്ളൂ. അപ്പോൾ ബേല പറയണം, ലേക്കിൻ ഇസ്നെ തോ പേൻ മേ ജോ സ്യാഹി ദി ഉസേ ബി സെമീൻ പർ ചിടക് ദിയ. ബേല പോലി. എന്നാൽ ഇവൻ പേനയിൽ ഉണ്ടായിരുന്ന അവശേഷിച്ചിരുന്ന മഷി നിലത്തേക്ക് ഒഴിച്ചു കളഞ്ഞു, ബേല പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ദുക്കാൻദാർ പറയാണ്, ഇത് അണ്ടർലൈൻ ചെയ്യണം. ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നഹീ ഡുലാന ചാഹിയെ. കാർമേഘം കണ്ടിട്ട് കുടം കമഴ്ത്തി കളയരുത്. ദുക്കാൻ വാലെ ഭയ്യേനെ കഹ ഔർ പൂച്ച കോൺ സി മേ പഠിത്തേ ഹും. അത് പറഞ്ഞിട്ട് ദുക്കാൻദാർ ചോദിച്ചു, നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത്? അപ്പോൾ 5വീं में സാഹിലിനെ ഇസെ ऐसे बुरे मन से बताया और 5वीं में പഠന പാപ് ഹോ. എന്താണ്, അവന് എന്തോ ഒരു കുറ്റബോധം തോന്നി, അതുകൊണ്ട് അവൻ വളരെ എന്താണ് ഒരു ഭയങ്കര ലജ്ജയോടെയാണ് പറഞ്ഞത്. 5ാം ക്ലാസ്സിൽ വളരെ എന്താണ് ഒരു ഭയങ്കര വിഷമത്തോടെ അവൻ ആൻസർ പറഞ്ഞു. ദോനോ. അപ്പോൾ വീണ്ടും ചോദിക്കണേ, 2 പേരും. ദുക്കാൻ വാലെ ഭയ്യനെ കഹ, ദോനോം ഔർ ഹം ദോനോം കാ സെക്ഷൻ ബി ഏക് ഹി എ. അതെ, ഞങ്ങൾ 2 പേരും ഒരേ ഡിവിഷനിലാണ് പഠിക്കുന്നത്. ബേലാനെ ഐസെ ഗുഷ് ഹോക്കർ ബത്തായ ജയ്സെ യഹ് കോയി ബഹുത് ബഡി ബാത്ത് ഹോ. ബേല വളരെ സന്തോഷത്തോടെയാണ് ആ കാര്യം പറഞ്ഞത്, കാരണം അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് അവൾക്ക് തോന്നിയത്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തത്. ഇനി അവരുടെ ക്ലാസ്സിൽ, സ്കൂളിലെ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ക്ലാസ്സിൽ 2 പേരും പാസ് പാസ് ബൈഠത്തേത്, അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേ കാം കർത്തേത്. കോപ്പി അതായത് നോട്ട് എഴുതുന്ന സമയത്ത് 2 പേരും നോട്ടിരുന്ന് എഴുതും. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. ബുക്ക് വായിക്കുന്ന ടൈമാണെങ്കിൽ 2 പേരും ബുക്ക് വായിക്കും. ബാലിക് പാട് ബി ഏക്ക് ഹി പഠിത്തേ. ഒരേ പാഠം തന്നെയാണ് 2 പേരും വായിക്കുക. സാഹിൽ എന്നിട്ടൊരു പാഠം വായിക്കുകയാണ്. ചമക് ഉഡീസൻ സത്താവൻ മേ ബഹ് തൽവാർ പുരാനീതി. അത് വായിച്ചപ്പോൾ പഠിത്തേത്തോ ബേലാബി. അപ്പോൾ ബേലയും വായിക്കുന്ന എന്താണ്? ചമക് ഉഡീസൻ സത്താവൻ മേ ബഹ് തൽവാർ പുരാനീതി പഠിത്തീതി. അതായത് 2 ബേലയും സാഹിലും ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ്. ഒരാൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മറ്റാളും ചെയ്യുന്നത്. ബേല പറയാണ്, ബേല കത്തി ബഹൻജി പാനി പീനെ ചലി ജാവും. എക്സ്ക്യൂസ് മീ, നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം. അപ്പോൾ സാഹിലും പറയുന്നു, ബഹൻജി പാനി പീനെ ചലാ ജാവും.
എക്സ്ക്യൂസ് മീ, വെള്ളം കുടിക്കാൻ പോട്ടെ. അതായത് ടീച്ചറോട് ചോദിക്കില്ലേ വെള്ളം കുടിക്കാൻ പോട്ടെ, അതുപോലെ ചോദിക്കണം. അതായത് വേല ചോദിച്ചാൽ അപ്പോൾ സാഹിലും ചോദിക്കും. ഗണിത് കെ വാട്സാപ്പ് സുരേന്ദർ ജി കാ പീരീഡ് ഗേൽ ഗണ്ടിക്ക് ബാദ് ആത്താത. ഇനി അടുത്തൊരു കഥാപാത്രമാണ്. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് ആരൊക്കെയാണ്? ബേല, സാഹിൽ, പിന്നെ ദുഖാൻദാർ അല്ലേ. ഇനി അടുത്ത കഥാപാത്രമാണ് സുരേന്ദർ മാസ്റ്റർ, അതായത് മാത്സ്, അവരുടെ കണക്ക് അധ്യാപകൻ്റെ പേരാണ് സുരേന്ദർ. അപ്പോൾ എന്താ പറയുന്നത്, കുട്ടികളുടെ PT പീരീഡിന് ശേഷമുള്ള പീരീഡാണ് മാത്സ് പീരീഡ്. ബച്ചെ ഉൻസെ കാമ്പത്തേത്, കുട്ടികൾ അയാളെ വളരെയധികം പേടിച്ചിരുന്നു. കാമ്പത്തേത് പറഞ്ഞാൽ വിറയ്ക്കുന്നു. और गेल घंटी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाती थी. PT പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ 2 മിനിറ്റ് മുന്നേ അവരുടെ സ്ഥലത്തേക്ക് പോയിരിക്കും. എന്തുകൊണ്ടാണ്? മാത്സ് പീരീഡാണ്, സുരേന്ദ്ര മാഷിന് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് വേഗം തന്നെ ക്ലാസ്സിൽ വന്നിരിക്കും. സുരേന്ദർ ജി മാസ്റ്റർ ഇസി പീരീഡ് മേ കോപ്പി ജാഞ്ചിത്തേത്. ഈ പീരീഡാണ് ആള് നോട്ട് ചെക്ക് ചെയ്യുന്നത്. ജാഞ്ചിത്തേത് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക. സരാസി ഗൽത്തി പർ ബച്ചം കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തേത്. ഒരു ചെറിയ തെറ്റ് കണ്ടാൽ മതി കുട്ടികളെ തലങ്ങും മലങ്ങൊക്കെ അടിക്കും. അതുപോലെ ഇധർ ഉധർ ഫേങ്ക് ദേത്തേത് യാ ജാംപട്ട് മാറണ ലഗത്തെ, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും, അതുപോലെ ഉറക്കടിക്കുകയൊക്കെ ചെയ്യും. ഉൻകാ ഹാത്ത് ചലനാ ശുരു ഹോത്താത്തോ രുക്ന ഭൂൽ ജാത്താത. അടിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ മറക്കും. ഏക് ദിൻ സുരേന്ദർ ജി മാസ്റ്റാബിനെ ബേല കെ ബാലോമേ പഞ്ചാ ഫസായ. ഒരു ദിവസം സുരേന്ദ്ര മാഷ് ബേലയുടെ തലയിൽ പഞ്ചാ ഫസായ എന്ന് പറഞ്ഞാൽ എല്ലാ 5 വിരലുകൾ കൊണ്ട് അവളുടെ മുടിക്കുത്ത് ഇങ്ങനെ പിടിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी नहीं. പക്ഷേ എന്തിനാണോ അവളുടെ മുടി പിടിച്ചത്, എന്ത് തെറ്റിനാണോ പിടിച്ചത്, അതൊരു തെറ്റായിരുന്നില്ല. അത് അയാൾ മനസ്സിലാക്കി. അപ്പോൾ ഉനോനെ ബേലക്കോ ചോട് ദിയ, അപ്പോൾ അവളെന്നെ വിട്ടു. ബേലക്കെ ഭയഭീത് ചെഹരക്കോ ദേക്കർ സാഹിൽ ബുരി തരഹ് ഡർ ഗയ. ബേലയുടെ പേടിച്ചരണ്ട് വിറച്ച ആ മുഖം കണ്ടിട്ട് സാഹിൽ പേടിച്ചു. ഉസ്നെ ദേക്കാക്കി ബേലക്കെ പാവ് അബീബി കാമ്പ് രഹേദേ. അവ നോക്കിയപ്പോഴുണ്ട് ബേലയുടെ കാലുകൾ ഇപ്പോഴും ഇങ്ങനെ വിറയ്ക്കുകയാണ്. പാവ് എന്ന് പറഞ്ഞ കാല്. ജയ്സെ വഹ് ഗഡേ ഗഡേ അബി ഗിർ ജായേഗി. അവളിപ്പോൾ തന്നെ വീണു പോവും, അങ്ങനെ വിറയ്ക്കുകയാണ്. സുരേന്ദ്ര ജി മാസ്റ്റാബിനെ കോപ്പിക്കോ ഉസ്കെ ബൈഠ്നേക്ക് ജഹ് പർ ഫേങ്കത്തെ ഹുയെ കഹ. അവളെ ബുക്കെടുത്ത് അവളുടെ സ്ഥലത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ബൈഠ് അപ്പനി ജഗഹ് പർ, നീ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. ബേലക്ക ബേല അത് ഭയങ്കര വിഷമമായി അവൾക്ക്. അപ്പോൾ എന്ത് പറഞ്ഞു? ബേലക്ക മൻ ബഹുത്ത് ഖരാബ് ഹോഗയ, വളരെയധികം അവൾക്ക് സങ്കടമായി. ഖരാബ് ഹോഗയ പറഞ്ഞാൽ സങ്കടമായി. മാസ്റ്റാബ് ചാഹെ മുജെ പീട്ടിലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. മാഷ് വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ, പക്ഷെ സാഹിലിൻ്റെ മുന്നിൽ വേണ്ടായിരുന്നു, അതാണ് അവൾക്ക് തോന്നിയത്. വഹ് സാഹിൽ കെ സാമനെ ഗുദ് കോ ഷർമിദ മഹ്സൂസ് കർ രഹി തി. അവൾ സാഹിലിൻ്റെ മുന്നിൽ വളരെയധികം അപമാനിതയായിട്ട് അവൾക്ക് തോന്നി. ക്യോംകി വഹ് ജാൻതി ദി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹേ. എന്തുകൊണ്ടെന്നാൽ അവൾ മനസ്സിലാക്കുന്നത് സാഹിലിൻ്റെ മുന്നിൽ ഏറ്റവും നല്ല കുട്ടി അവളാണ് എന്നാണ്. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസ്സെ നസർ നെഹി മിലാ പായി. അവൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴും അവനെ അവൾ നോക്കിയതേയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ദീപാവലിക്ക് ചുട്ടിയും കെ ബാദ് ജബ് സ്കൂൾ ഖുല തോ ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്തി ദി. അങ്ങനെ ദീപാവലിക്ക് സ്കൂൾ അടച്ചു. ചുട്ടി എന്ന് പറഞ്ഞാൽ അവധി. അവധിക്ക് ശേഷം സ്കൂൾ വീണ്ടും തുറന്നു. തോ ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്തി ദി. അപ്പോൾ വരുമ്പോൾ ബേലയുടെ തലയിലൊരു വെള്ള സ്റ്റിച്ച് ഉണ്ടായിരുന്നു. കോയി ഉസെ ഹോയെ 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 സഫേദ് പട്ടി, എന്താണ് വെള്ള ബാൻഡേജുകാരി എന്നൊക്കെ വിളിച്ച് കളിയാക്കി. അതുപോലെ സുൽത്താന ഠാക്കൂർ, കൊള്ളക്കാരുടെ രാജ്ഞി എന്നൊക്കെ വിളിച്ച് അവളെ കളിയാക്കുമായിരുന്നു. തോ കോയി കുച്ച് ഔർ കഹ്കർ ചിടാ രഹാദ. ഇങ്ങനെ അവളെ കളിയാക്കുമായിരുന്നു. യേ ക്യാ ഹോ ഗയാ ബേല, സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച. ഇതെന്തു പറ്റി ബേല, സാഹില് ടെൻഷൻ ആയിക്കൊണ്ട് ചോദിച്ചു. ചത് സെ ഗിർ ഗയി, തട്ടിൻ പുറത്തു നിന്ന് വീണു. ബേലാനെ ഹസ്തേ സെ കഹ ഔർ കഹ बहुत दिन हो गए आज गेल घंटी में ഗാന്ധി ചൗക്ക് മേ ലഗഡി ടാങ്ക് കേലെങ്കിൽ. തട്ടുമുറത്തുനിന്ന് വീണതെന്ന് പറഞ്ഞിട്ട് പറയാണ്, കുറേ ദിവസമായില്ലേ, ഇന്ന് നമുക്ക് ഗാന്ധി ചൗക്ക്, ഗാന്ധി പ്രതിമയുടെ അവിടെ പോയിട്ട് നമുക്ക് ലഗഡി ടാങ്ക് കേലെങ്കിൽ, അതൊരു കളിയാണ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊച്ചമുത്തി കളിക്കില്ലേ, അതുപോലത്തെ ഒരു കളിയാണ്, അത് കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാഹിൽ പറയണേ, നെഹിയും കേലെങ്കിൽ, വേണ്ട വേണ്ട, തേരെ സിർമേ
ഫിർസെ ലഗ് ജായേഗി തോ, നിന്റെ തലയിൽ വീണ്ടും മുറി വന്നാലോ? അപ്പോൾ ബേല പറയണേ നെഹി ലഗേഗി, ഒന്നും ഉണ്ടാവില്ല. ബേലാനെ സിദ്ദിഖി, അവൾ വാശി പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ ഗാന്ധി ചൗക്ക് की बालू में पूरी गेल घंटी लगड़ी टांगले. അങ്ങനെ രണ്ടുപേരും ആ ഗാന്ധി പ്രതിമയുടെ അവിടെ കുറേ നേരം കളിച്ചു. इन बच्चों को अपने चारों और घेरते देखकर गांधी की मूर्ति ऐसी दिखाई पड़ती जैसी और समय से कुछ अधिक मुस्कुरा रही थी. അതായത് ഈ കുട്ടികൾ ചുറ്റുപാടും കളിക്കുന്നത് കണ്ട ഗാന്ധി പ്രതിമയുടെ മുഖത്ത് നോക്കിയപ്പോൾ എന്താണ്, ഒരു പുഞ്ചിരിച്ചു നിൽക്കുന്നത് പോലെ തോന്നി. എന്തുകൊണ്ടാവും? കുട്ടികൾ അവധിക്കൊക്കെ ശേഷം വന്നിങ്ങനെ കളിക്കുകയാണല്ലേ. അപ്പോൾ ആ മുഖം കണ്ടപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് വരെ ചിരി വന്നു, പുഞ്ചിരി പോലെ തോന്നി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് രവിവാർ കാ ദിൻ ഥാ, ഒരു സൺഡേ ആയിരുന്നു. സാഹിൽ അപ്പനെ ഘർ മേ നീം കെ പേട് കി ഡാലി പക്കടുക്കർ ജൂം രഹാ ഥാ. സാഹിൽ വീട്ടിലെ വേപ്പിൻ്റെ കൊമ്പ് പിടിച്ചിട്ട് ആടിക്കളിക്കുകയായിരുന്നു. വഹ് ഏക്ക് സ്റ്റൂൾ പർ ചടുക്കർ ജൂൾത്താ രഹ, ഒരു സ്റ്റൂളിൽ കയറിയിട്ട് ഊഞ്ഞാലാടുകയായിരുന്നു. അചാനക് ടൂട്ടെ സ്റ്റൂൾ കി ഏക്ക് കീൽ സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി. ആ പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു ആണി അവൻ്റെ കാലിൽ കയറി. പിണ്ടലി എന്ന് പറഞ്ഞാൽ കണങ്കാലിൽ കയറി. ഏക്ക് ഇഞ്ച് ഗഹര ഗഡ ഹോ ഗയി, ഒരു ഇഞ്ച് ആഴത്തിൽ മുറിവുണ്ടായി. ഉസേ സർക്കാരി അസ്പതാൽ മേ പട്ടി ബന്ധുവാനെ കെ ലിയെ ലേ ജായാ ഗയാ. അങ്ങനെ അവനെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ബാൻഡേജ് ഇടാൻ വേണ്ടി കൊണ്ടുപോയി. ഉസ്നെ ദേക്കാക്കി ദോ ലോഗോം കോ ചോടുക്കർ ആകെ ബേല ഗഡി ഹെ, അവിടെ പോയപ്പോൾ രണ്ടാളുടെ മുന്നിലായിട്ട് ബേല നിൽക്കുന്നുണ്ടായിരുന്നു. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹെ, അവൾ എന്താണ് തലയിൽ ബാൻഡേജ് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ്. സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ ഔർ കക്ഷാ മേ കൈ ദിനോം തക്ക് ദോ ഐസെ ബച്ചെ ദിക്കായി ദേത്തെ. അങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഈ രണ്ട് കുട്ടികളെ ഇങ്ങനെ കാണുമായിരുന്നു. എങ്ങനെയാണ്? ജിൻമേ സെ ഏക് കെ സിർ പർ പട്ടി ബന്ദി ഹോത്തി ഔർ ഏക് കി പിണ്ടലി മേ, അതായത് ഒരാളുടെ തലയിലും ബാൻഡേജ്, ഒരാളുടെ കാലിലും. അങ്ങനെ രണ്ട് ആളുകളെ അങ്ങനെ സ്കൂൾ കുട്ടികളെ ഇങ്ങനെ അവിടെ ഇങ്ങനെ കാണുമായിരുന്നു. സഫേദ് പട്ടി വാലെ യേ ദോനോ കഹീം പർ ബി സാത്ത് ഹി ദിക്കായി ദേത്തെ, ഈ രണ്ടുപേരും എവിടെയും ഒരുമിച്ചായിരുന്നു. പാഞ്ചവീ കക്ഷാക്ക റിസൾട്ട് ആകയാം. അങ്ങനെ നമ്മുടെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് നമ്മുടെ കഥ. 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. ദോനോം ചടിമേ ആകയെ, രണ്ടുപേരും 6ലേക്ക് ജയിച്ചു. ഈ സ്കൂൾ പാഞ്ചവീ തക്ക് ഹീത, ഈ സ്കൂള് 5ാം ക്ലാസ് വരെ ഉള്ളൂ. സാഹിൽ അബ് തും കഹാം പഠേങ്കെ, ഇനിയുള്ളതും ഒരു കോൺവെർസേഷനാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് പട്കഥയൊക്കെ എഴുതാൻ ഈ ഭാഗത്തുനിന്ന് വരാറുണ്ട്. ബേല ചോദിക്കുകയാണ്, സാഹിൽ ഇനി നീ എവിടെയാണ് പഠിക്കുക? അപ്പോൾ സാഹിൽ പറഞ്ഞു, അവർ തും കഹാം പഠേങ്കി ബേല, നീ എവിടെ പഠിക്കുക? അപ്പോൾ ബേല പറയാണ്, മേരെ പപ്പ കഹ് രഹേ ഥേ കി തുജെ രാജകീയ കന്യാ പാഠശാലമേ പഠായെങ്കിൽ. അവർ തും, എൻ്റെ അച്ഛൻ പറയുന്നത് തന്നെ രാജകീയ കന്യാ പാഠശാല, അതായത് റോയൽ ഗേൾസ് സ്കൂളിലാണ് എന്നെ പഠിപ്പിക്കുക എന്നാണ് അച്ഛൻ പറയുന്നത്. നീയോ? അപ്പോൾ സാഹിൽ പറയാണ്, മുജെ അഗലെ സാൽ അജ്മേർ ഭേജ് ദേങ്കെ, എന്നെ അടുത്ത വർഷം അജ്മേറിലേക്ക് വിടും. വഹാമേക്ക് ഹോസ്റ്റൽ ഹേ, അവിടെ ഒരു ഹോസ്റ്റലിൽ. ഗർസെ ദൂർ വഹാം അകേല രഹുങ്ക, വീട്ടിൽ നിന്ന് വിട്ട് അവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും. അപ്പോൾ ക്യോം സാഹിൽ, എന്തിനാ സാഹിൽ? അപ്പോൾ സാഹിൽ പറയണു, പത്താ നഹിക്കും, എനിക്കറിയില്ല. അപ്പോൾ ബേല പറയണ്, തോ യാനിക്ക് അബ് തും ഫുലേരാമേ ഹി നെഹി രഹേഗ, അപ്പോൾ നിന്നെ ഇനി ഫുലേരയിൽ കാണില്ലേ? നെഹി തുമാരാ റിപ്പോർട്ട് കാർഡ് ദിക്കാനാ, ഇല്ല നിൻ്റെ റിപ്പോർട്ട് കാർഡ് കാണിച്ചു തായോ. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാദ ഓർ ബേല സാഹിൽ കാ, അങ്ങനെ രണ്ടുപേരും പരസ്പരം അവരുടെ പ്രോഗ്രസ് കാർഡ് നോക്കി. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരേക്ക് കോയി ചീസ് കോ ചൂക്ക് കർ ദേഖ് രഹേ ഥേ, അങ്ങനെ അവസാനമായി രണ്ടുപേരും പരസ്പരം അവരുടെ വസ്തുക്കളിൽ തൊട്ട് നോക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ പിക്ചർ കാണാം, കണ്ടോ? രണ്ട് കുട്ടികൾ ബേല വിഷമിച്ചിട്ട് നടക്കുന്നതും സാഹിലും അങ്ങോട്ട് വിഷമിച്ച് നടക്കുന്നതായിട്ടുള്ള ചിത്രം. ഇനി പറയാണ്, തുമാരി ആങ്കുമേ ആസു ക്യോ ആ രഹേ ഹേ ബേല, ബേലയുടെ കണ്ണ് നിറഞ്ഞു അല്ലേ. അപ്പോൾ സാഹിൽ ചോദിക്കുകയാണ്, നിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ എന്തിനാ വന്നത് ചോദിക്കും. അപ്പോൾ മുജെ ക്യാ പത, എനിക്കറിയില്ല. ബേലാനെ ഡബ് ഡബായി ആങ്കും സെ ഹസ്തെ ഹുയെ കഹ, ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാഹിൽ കി ആങ്കെ ബീർ ബഹൂട്ടി കി തരഹ് ലാൽ ഹോനെ ലഗി തി, സാഹിലിൻ്റെ കണ്ണുകളും ബീർ ബഹൂട്ടിയെ പോലെ ചുവന്നിരുന്നു.
और उनमें बारिश की बूंदे से പാനി ഭർ ഗയ താ. മഴ ഇങ്ങനെ മഴത്തുള്ളി നിറഞ്ഞ പോലെ അവിടെ ഇങ്ങനെ തങ്ങി നിന്നു അവൻ്റെ കണ്ണുനീര്. ബേല കഹനെ ലഗി, അപ്പോൾ ബേല ഇങ്ങനെ പറയാൻ തുടങ്ങി. മേ ചിടാവും അബു തുമെ, ഞാൻ നിന്നെ കളിയാക്കും. രോനി സൂരത് സാഹിൽ, രോനി സൂരത് സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് വിളിച്ച് ഞാൻ നിന്നെ കളിയാക്കും എന്ന് പറയും. ബാരിഷ് ആനേമേ ഠേഡ് മഹീന ബാക്കീത, ഇനി മഴക്കാലം വരാൻ ഇനി 1.5 മാസം ബാക്കിയുണ്ട്. ലേക്കിൻ യഹ് ബാരിഷോം സെ പഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻഡ, ഇത് മഴക്കാലത്തിന് മുന്നേയുള്ള ആദ്യത്തെ ഒരു മഴ ദിവസമായിരുന്നു അത്. അപ്പോൾ ഇവിടെ ഒരു മഴ പെയ്തു. ആസ്മാൻ മേ ഘട്ടായൻ ഗിരീതി, ആകാശം മുഴുവൻ മഴക്കാറ് വന്നു. ധൂൽ ഭരി തേസ് ഹവായൻ ചൽ രഹീതി, പൊടിക്കാറ്റ് ആഞ്ഞു വീശി. പാനി ബരസ് രഹ, വെള്ളം അവിടെ മഴ പെയ്തു തുടങ്ങി. ഫുലേര കസ്ബേക്ക് ബാദൽ ചായി ഏക് ഗലി മേ 5വീं से ചടി മേ ചലി ഗയി ഏക് ലഡ്കി ജാ രഹി തി. ഫുലേര ജംഗ്ഷനിൽ എന്താണ് ആ മഴയിൽ കൂടി 5ാം ക്ലാസ്സിൽ നിന്ന് 6ലേക്ക് ജയിച്ച ഒരു പെൺകുട്ടി നടന്നുപോയി. ഉസ്കെ ബൂരെ ബാൽ ബീർബഹൂട്ടിയം കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ തി, അവളുടെ മുഴുവൻ മുടിയും ചുവന്ന റിബൺ കൊണ്ട്, ബീർബഹൂട്ടിയെ പോലെയുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ദൂസരി ദിശാക്കോ ജാതി, എതിർ ദിശയിലേക്ക് 5വീं से ചടി മേ ഗയ ഏക് 11 സാൽ കാ ലഡ്ക, 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയും നടന്നു പോകുന്നുണ്ട്. ഇസ്കി പിണ്ടലി മേ ബീർബഹൂട്ടി കാ രംഗ് കാ സാ 1 ഇഞ്ച് ലംബ ചോട്ട് കാ നിഷാൻ, അവൻ്റെ കാലിലും ബീർബഹൂട്ടി നിറമുള്ള ഒരു മുറിപ്പാട് അടയാളം അവിടെ കാണാമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. അതായത് 2 ഫ്രണ്ട്സുകൾ ബേലയും സാഹിലും അവർക്ക് ലാസ്റ്റ് അവരുടെ വേർപാട്, ഇതാണ് നമ്മുടെ ഈ സ്റ്റോറിയിലുള്ളത്. വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് പാഠം നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിനുള്ള ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും ഒക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത എല്ലാ കുട്ടികൾക്കും താങ്ക്സ് പറയാണ്. അതുപോലെ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ വീഡിയോസ് കാണുന്ന എല്ലാ കുട്ടികളും നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഈ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്കിനി എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.